ഇനി അഗെയിൻ എൻഷുർ ഫെയർനെസ് ഇൻ അസസ്മെൻറ്റ്. നമുക്കറിയാം ഫെയർ ആയിട്ടൊരു അസസ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ ഒരു പക്ഷപാതവും ഇല്ലാതെ എല്ലാവർക്കും എല്ലാ യൂണിഫോം ഇക്വിറ്റി അല്ലെങ്കിൽ യൂണിഫോം ആക്സസിബിലിറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നടത്തുക എന്ന് പറയുന്നതും അസസ്മെൻറ്റിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഒത്തിരി സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ വരുമ്പോൾ അവരെയും കൂടെ ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നടത്തുമ്പോഴാണ് നമ്മളത് ഫെയർനെസ് എന്നുള്ള ലെവലിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫെയർനെസ്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഫെയർനെസ് എൻഷുർ ആക്കണം എന്നുള്ളൊരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ നിന്ന് അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇത്രയും ഞാൻ തന്നിരിക്കുന്ന ഹെഡിങ്സിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എന്താണ് ഫെയർനെസ് എന്നുള്ളതാണ്. എ ഫെയർ അസസ്മെൻറ്റ് ഈസ് വൺ ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് ആർ ഗിവൺ ഇക്വിറ്റബിൾ ഓപ്പർച്യൂണിറ്റീസ് ടു ഡെമോൺസ്ട്രേറ്റ് വാട്ട് ദേ നോ. അപ്പോൾ നമുക്കറിയാം പല കുട്ടികൾ പലതരത്തിലുള്ളവരാണ്. ചിലർ എഴുതാൻ ഇഷ്ടമുള്ളവരായിരിക്കും, ചിലർക്ക് അത് പ്രോബ്ലമായിട്ട് ചെയ്യുന്ന ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ അവർക്കതിൻ്റെ പടം വരയ്ക്കാനായിരിക്കും ഇഷ്ടം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പടം വരയ്ക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാകാം, പ്രോബ്ലം ചെയ്യുന്ന കുട്ടികളുണ്ടാകാം. എന്താ പറയുക, നമ്മുടെ ഇൻ്റലിജൻസ് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ വേർഡ്സ് അല്ലെങ്കിൽ റൈറ്റിംഗ് കപ്പാസിറ്റി കുറഞ്ഞവരുണ്ടാകാം. അവർക്ക് ചിലപ്പോൾ വിഷ്വൽ പടം വരയ്ക്കുന്നതായിരിക്കും എളുപ്പം, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രോബ്ലം ചെയ്യണതായിരിക്കും എളുപ്പം. തിയറി എഴുതി പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പക്ഷേ ഇക്വേഷൻസൊക്കെ എഴുതി പിടിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യണതായിരിക്കാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കഴിവുണ്ടാവും, അല്ലെങ്കിൽ പലതരത്തിലുള്ള എബിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ആ എബിലിറ്റീസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണോ എൻ്റെ പഠന നേട്ടം അല്ലെങ്കിൽ എൻ്റെ അച്ചീവ്മെൻറ്റ് പ്രകടമാക്കാൻ എനിക്കിഷ്ടം, അതൊക്കെ ആ ഓപ്പർച്യൂണിറ്റീസൊക്കെ എനിക്ക് കിട്ടുവാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ അസസ്മെൻറ്റ് ഫെയർ ആണെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണം എക്സ്പ്ലെയിൻ ദ പാർട്സ് ഓഫ് എ ലീഫ്. അത് മാത്രമാണ് ഒരു ചോദ്യം ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ കഴിയാത്തവർക്കുണ്ടാവും, പക്ഷെ അവർക്ക് വരച്ചു വയ്ക്കാൻ പറ്റുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുതുന്നവർക്ക് അല്ലെങ്കിൽ ലാംഗ്വേജ് എബിലിറ്റി കൂടുതലുള്ളവർക്കായിരിക്കും അതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ച് പൂവിൻ്റെ പടം വരയ്ക്കാൻ അറിയാവുന്നവർക്ക്, നല്ല രീതിയിൽ ലേബൽ ചെയ്ത് വളരെ ഡീറ്റെയിൽ ചെയ്ത് ലേബൽ ചെയ്ത് അവർക്കും നമുക്കറിയാം ആ കുട്ടി അച്ചീവ് ചെയ്തിട്ടുണ്ട്, അതായത് പാർട്സ് ഓഫ് എ പ്ലാന്റ് അറിയാൻ ആ കുട്ടി അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റിട്ടൺ ഫോമിലല്ല അവരുടെ എബിലിറ്റി ഇരിക്കുന്നത് ടു ഡെമോൺസ്ട്രേറ്റ് വാട്ട് ദേ ന്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഓർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ വിത്ത് പിക്ചർ എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ പിക്ചറിന് 5 മാർക്കും എക്സ്പ്ലനേഷൻ 5 മാർക്കാണെങ്കിൽ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വിഷ്വൽ നല്ല രീതിയിൽ വിഷ്വൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ആ കുട്ടിക്ക് 5 മാർക്ക് കൊടുക്കാം. പ്ലസ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കുറവാണെങ്കിൽ ഒരു 7-8 മാർക്ക് കിട്ടും. അപ്പോൾ 8 മാർക്ക് കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റും ഏകദേശം കുട്ടിക്ക് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ അറിയാം. അതേസമയം കുട്ടിക്ക് പടം മോശമാണ് പക്ഷേ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആണെങ്കിൽ അപ്പോഴും കിട്ടും. ചിലപ്പോൾ 2 മാർക്ക് പടത്തിനും 5 മാർക്ക് എക്സ്പ്ലനേഷനും, അപ്പോഴും 7 മാർക്ക് കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കുട്ടിക്കൊരു ഫെയർ രീതിയിൽ ആ കുട്ടിയുടെ ലേണിംഗ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ എക്സ്പ്ലനേഷൻ കുട്ടി പഠിക്കേണ്ടതുണ്ട്, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ അതും ഉൾപ്പെടാം. ഇല്ലെങ്കിൽ ഓറിട്ട് കൊടുക്കാം. എക്സ്പ്ലെയിൻ ദ പാർട്സ് ഓഫ് എ പ്ലാന്റ്, ആ ക്വസ്റ്റ്യനിൽ തന്നെ ഓർ ഡ്രോ ദ പിക്ചർ ഓഫ് എ പ്ലാന്റ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഫുള്ള് കിട്ടും. അതായത് എക്സ്പ്ലനേഷൻ ചെയ്താലും 10 മാർക്ക് കിട്ടും, വരച്ചാലും 10 മാർക്ക് കിട്ടും. അത് ദ മോസ്റ്റ് സാറ്റിസ്ഫൈങ് വേ ഓഫ് എൻഷുറിങ് ഫെയർനെസ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ ഒരേ മാർക്കിൽ 2 ചോയ്സ് കൊടുക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ശരിക്കും ഫെയർനെസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ലേണിംഗ് നീഡ്സും അറിയുന്ന രീതിയിൽ. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ PSC പരീക്ഷ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷയ്ക്കൊക്കെ പോകുമ്പം ഈ വിഷ്വലായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഗ്രാഫ്സ് അനാലിസിസ് അല്ലെങ്കിൽ വെൻ ഡയഗ്രാം അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഈ വിഷ്വലി പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് വേറെ അതുപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ കൊടുക്കും. അപ്പോൾ അവിടെ തന്നെ അത് സെയിം മാർക്ക് തന്നെയാണ്. അപ്പോൾ അത് എഴുതിയാലും ഇത് എഴുതിയാലും ആ കുട്ടിക്ക് സെയിം മാർക്ക് തന്നെ കിട്ടും. പക്ഷേ അവർക്ക് വിഷ്വലി ചാലഞ്ച്ഡാണ് പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ വിഷ്വൽസ് കൊടുക്കുന്നില്ല. കാരണം വിഷ്വൽ തന്നെ അവർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്നൊരു അൺഫെയർ സിസ്റ്റം ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ ഫെയർനെസ് സൂക്ഷിക്കുക എന്നാണ് ഈ ഫെയർനെസ് വെച്ചാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്റ്റുഡൻസ് ആർ അസസ്ഡ് യൂസിങ് മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു ദം. അതാണ് നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമുക്ക് തിയറിയും പ്രാക്ടിക്കലും
വൈവയൊക്കെ വരുന്നത്. ഇപ്പം സയൻസ് കുട്ടികൾക്കൊക്കെ അറിയാം, നമ്മൾ തിയറിക്ക് പഠിക്കുന്നതൊക്കെ തന്നെയാണ് മിക്കവാറും പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്തത്. പക്ഷേ പ്രാക്ടിക്കലിൽ മാർക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അവർ നമ്മൾ കുറച്ചും കൂടെ സ്കിൽ ഓറിയൻറ്റഡ് ആയിരിക്കും. തിയറി മൊത്തം കാണാതെ പഠിച്ച് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് കുറച്ചും കൂടെ സമയമുണ്ട്. തിയറിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം നമുക്ക് പ്രാക്ടിക്കലിന് കിട്ടും. ഒരു ഫുൾ ഡേ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ഫുൾ പ്രിസിഷനോടുകൂടി നമുക്ക് നമ്മുടെ എന്താ പറയുക പ്രാക്ടിക്കൽ സ്കിൽസ് ഉണ്ടാക്കാൻ പറ്റും. അതേസമയം തിയറി മാത്രം അറിയുള്ളൂ, തിയറിക്ക് ചെറിയ കുറച്ച് സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സ്കില്ല്. അപ്പോൾ അങ്ങനെ പലതരത്തിൽ ഏതൊക്കെ സ്ട്രാറ്റജീസിൽ നമുക്ക് അസസ്മെൻറ്റ് നടത്താൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ വൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്താ പറയുക ഓറൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അവർക്ക് കൂടുതലുണ്ടാവുക. അപ്പോൾ വൈവയ്ക്ക് മാർക്ക് കൊടുക്കുക, വൈവയ്ക്കും ഒരു മാർക്ക് നല്ല അത്യാവശ്യം മാർക്ക് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ എഴുതി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ചെയ്ത് കാണിക്കാനോ പറ്റാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറച്ചും കൂടെ ഈസി എത്താറായിരിക്കും. അപ്പോൾ നമുക്കത് അതും കൂടെ കിടക്കാം. ഇപ്പോൾ 3 വരുമ്പം ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഭയങ്കര മോശമായിരിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് വൈവ് മാത്രം നടത്തി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പല കാരണങ്ങളും കൊണ്ട് അവർ പഠിച്ചതൊക്കെ പറയാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ വൈവ് മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു അൺഫെയറാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂട്ടിച്ചേരുക, എന്നാൽ എല്ലാത്തിനും അതിൻ്റേതായ രീതിയിലുള്ള ഒരു ചോയ്സ് കൊടുക്കാം. അപ്പോൾ തിയറിയും പ്രാക്ടിക്കലും വൈവയും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തിയറിക്ക് ഇച്ചിരി മോശമാണ്, അപ്പോൾ നമ്മൾ വിചാരിക്കാം എന്താ പ്രാക്ടിക്കൽ വൈവയ്ക്ക് സെറ്റാക്കാം. നമ്മൾ ഒരു സ്ട്രോങ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് നമ്മുടെ അച്ചീവ്മെൻറ്റ് ഫെയർ ആക്കി പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തിയറിക്ക് ഇച്ചിരി കുറവാണെങ്കിലും പഠിക്കുക, അങ്ങനെ എഴുതി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണ് ഈ ഫെയർനെസ് എന്ന് പറഞ്ഞ സംഭവം. ഇനി എന്തൊക്കെ തരത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫെയർനെസ് സൂക്ഷിക്കേണ്ടത്? ഒന്ന്, ആബ്സെൻസ് ഓഫ് ബയസ്. അതായത് നമ്മൾ ഒരിക്കലും ഒരു ബയസോട് കൂടിയിട്ട് നമ്മൾ കുട്ടികളെ കാണിക്കരുത്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക അപ്പം എന്താ പറയുക ഒരു മുൻവിധി, അതായത് ഈ ബാച്ചിന് മാർക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇന്ന ക്വസ്റ്റിന് മാർക്ക് കുറവായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ഒരു അസസ്മെൻറ്റിനെ കാണരുത്. ഇപ്പോൾ അതാണ് പറഞ്ഞ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ തിയറിയുടെ മാർക്ക് നോക്കുമ്പോൾ ആ കുട്ടിക്ക് തീരെ മാർക്ക് കുറവായിരിക്കും. അപ്പം നമ്മൾ വിചാരിച്ചിട്ട് എന്നാൽ ഇനി പ്രാക്ടിക്കലിൽ ആ കുട്ടിക്ക് മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കുട്ടീനെ പ്രാക്ടിക്കലി അസസ് ചെയ്യാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് തിയറിക്കൊന്നും എഴുതി വെച്ചല്ല, അപ്പോൾ പിന്നെ വൈവിക്ക് മോശമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ആ കുട്ടീനെ ഒരു പ്രിജുഡിസ് വെച്ചിട്ട് നമ്മൾ കുട്ടിയുടെ അസസ്മെൻറ്റിനെ നമ്മൾ എന്താ പറയുക കാണരുത്. മുൻവിധിയോടുകൂടി ഒന്നിനെയും കാണരുത്. ഇവർക്കിത് പറ്റുണ്ടാവില്ല, അതായത് ഓർണത്തിൽ കുറവായതുകൊണ്ട് ഓർണത്തിൽ പറ്റില്ല. ഇപ്പോൾ സ്കൂളുകൾ നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മാത്സിന് മാർക്ക് കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ഇംഗ്ലീഷിന് മാർക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ മാത്സിൽ മാർക്ക് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ അസസ്മെൻറ്റിന് നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല. കാരണം മാത്സ് വേറെ സ്റ്റൈലാണ്, ഇംഗ്ലീഷ് വേറെ സ്റ്റൈലാണ്. ചിലപ്പോൾ ആ കുട്ടിയുടെ നല്ല അല്ലെങ്കിൽ കംഫർട്ട് പേപ്പർ ആയിരിക്കില്ല ഇംഗ്ലീഷോ മാത്സോ അല്ല. അപ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് മാർക്ക് വരും. അപ്പോൾ ഒരു മാർക്ക് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പെർഫോമൻസ് കണ്ടുകൊണ്ട് വേറെ തരത്തിലെ കുട്ടീനെ പ്രെജുഡൈസിലോടുകൂടി ചെയ്യാൻ പാടില്ല. അത് ഫെയർനെസ് അല്ല. അടുത്തത് പ്രൊസീജിയറൽ ഫെയർനെസ്. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ആ കുട്ടിയുടെ പ്രൊസീജിയേഴ്സ് സെയിം ആക്കി വയ്ക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് പടം വരയ്ക്കാൻ കഴിവ് കുറവാണ്. അപ്പോൾ പടം വരയ്ക്കാൻ കഴിവ് കുറവാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ എന്തെങ്കിലും മാർക്ക് കൂടുതലിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. നമ്മുടെ പ്രൊസീജിയർ എന്താണോ ഫെയർ ആയിട്ട് നിൽക്കുന്നത് ആ പ്രൊസീജിയർ തന്നെ നമ്മൾ ഈക്വലി നമ്മൾ എല്ലാവർക്കും കൊടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ടൈം. ഇപ്പോൾ അരമണിക്കൂർ വരെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുള്ളൂ. റിലാക്സേഷൻ. പരീക്ഷ തുടങ്ങി അരമണിക്കൂറിനുള്ളിൽ നമ്മൾ കുട്ടികൾക്ക് കയറാം, അതുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ അരമണിക്കൂർ കൊടുക്കാൻ പാടില്ല? കാരണം അത് ഫെയർ അല്ല. കാരണം എല്ലാ കുട്ടികൾക്കും കിട്ടുന്ന പ്രൊസീജിയേഴ്സാണ് ആ കുട്ടിക്കും കിട്ടാൻ പാടുള്ളൂ. അതെന്തെങ്കിലും കാരണത്താൽ അത് വൈകി വന്നിട്ടുണ്ടെങ്കിൽ പ്രൊസീജിയറിൽ നമുക്കത് മാറ്റാൻ പറ്റില്ല. കാരണം എല്ലാവരും ഒരേ സമയത്ത് തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അതാണ് പ്രൊസീജിയറൽ ഫെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രൊസീജിയറാണോ നമ്മൾ അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് വെക്കണം. പിന്നെയുള്ളതാണ് ഓപ്പർച്യൂണിറ്റി ടു ലേൺ. അതായത് നമ്മളിപ്പോൾ പരീക്ഷ നടത്തുമ്പോൾ എല്ലാ കുട്ടികളും പഠിച്ചു അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ആ പാഠത്തിലൂടെ പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ക്ലാസ്സിൽ പരീക്ഷ നടത്താൻ. അപ്പോൾ അതുകൊണ്ടാണ് സ്കൂളുകളിലൊക്കെ പാഠം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പരീക്ഷ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. കാരണം അതിന് മുമ്പ് ആ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ലീവാണെന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച സമയം കൊണ്ട് ടീച്ചർ അവരെ കണ്ടെത്തി അവരുടെ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുന്നു. അവരെ ആ പാഠം വായിച്ച് നോക്കിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ
എല്ലാ രീതിയിലും ഒരേപോലെ പഠിച്ചവരാണ് ഒരേപോലത്തെ പരീക്ഷ എഴുതുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്താം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ മിഡ് ടേമിനൊക്കെ പോർഷൻസ് നേരത്തെ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഓൺ എക്സാമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ബോർഡാണല്ലോ തരുന്നത്, SCERT ആണല്ലോ തരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും ഓണാകുമ്പോഴേക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത്രയും പാഠങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ ഓപ്പർച്യൂണിറ്റി ടു ലേൺ ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് ഫെയർനെസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പണ്ടൊക്കെ സ്കൂളുകളിൽ ഉണ്ടാകുന്നൊരു പ്രവണതയാണ് 2 ഡിവിഷൻ ഉണ്ടെങ്കിൽ 2 ടീച്ചേഴ്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഒരു ടീച്ചർ ഭയങ്കര സ്ലോയിൽ പഠിപ്പിക്കും, ഒരു ടീച്ചർ ഭയങ്കര സ്പീഡിൽ പഠിപ്പിക്കും. എന്നിട്ട് പരീക്ഷ ഇടുന്നത് ചിലപ്പോൾ ഈ സ്പീഡിൽ പഠിപ്പിച്ച ടീച്ചറായിരിക്കും. അപ്പോൾ എന്തുണ്ടാവും, കൂടുതൽ പോർഷൻസ് ആ ടീച്ചറാണ്, കാരണം ടീച്ചർ അത്രയും പഠിപ്പിച്ചുല്ലോ. അപ്പോൾ മറ്റേ ബാച്ചിലെ കുട്ടികൾക്ക് എന്താ കുഴപ്പം, അവരത്രയും പഠിച്ചിട്ടുണ്ടാവില്ല, അവരുടെ പോർഷൻസ് അത്രയും കവർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ പരീക്ഷ അല്ലെങ്കിൽ ആ അസസ്മെൻ്റ് ഒരു അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എല്ലാം പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഏകദേശം ഒരേപോലെ പഠിപ്പിച്ച് തീർത്തു, എല്ലാവരും ഒരേപോലെ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാഠത്തിൽ പടം വരയ്ക്കാനുണ്ട്, എല്ലാവരും ആ പടം വരയ്ക്കാൻ, അല്ലെങ്കിൽ എല്ലാ ക്ലാസ് റൂമിലും ആ പടം വര എന്നുള്ള പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി കുട്ടികൾ പഠിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് മാത്രമാണ് പരീക്ഷയ്ക്ക് പടം വരയ്ക്കാൻ ചോദിക്കുക. അല്ലാണ്ട് ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ പബ്ലിക് എക്സാമിന് ചോദിക്കണം. അപ്പോൾ അത് അൺഫെയർ ആയിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിൽഡ് സിലബസ് ആയിട്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ, സ്കൂളിലൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ വരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരച്ചിരിക്കണം. അപ്പോൾ പരീക്ഷയ്ക്ക് മറ്റേ പോയമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2-3 ലൈൻസൊക്കെ ബൈ ഹാർട്ട് ചെയ്യേണ്ടതുണ്ടാവും. അതേതാണെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മാത്രമാണ് ബൈ ഹാർട്ടിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ഒരേ രീതിയിലാണ് അവരുടെ ലേണിംഗ് കംപ്ലീറ്റ് ആക്കിയത്, അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആക്കിയതെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് നടത്തുന്ന പരീക്ഷകൾ മാത്രമേ ഫെയർ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇനി ഇക്വാളിറ്റി ഓഫ് റിസൾട്ട്, അതായത് നമ്മൾ എന്താ പറയുക, പല 8 എയിലും ബിയിലും സിയിലും കൂടെ നമ്മൾ പരീക്ഷ നടത്തിയെന്ന് വെച്ചാൽ എല്ലാവരുടെയും ക്ലാസ് ആവറേജ്, അതായത് ക്ലാസ്സിൽ കിട്ടുന്ന എല്ലാ കുട്ടികളുടെ മാർക്ക് ഡിവൈഡ് ബൈ ആ ക്ലാസ്സിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ മാർക്കാണല്ലോ ആവറേജ് വരിക. ആ മാർക്ക് നോക്കുമ്പോൾ എല്ലാ ക്ലാസ്സിലും, ഇപ്പോൾ മാത്സിന് ഞാൻ ഒരു പരീക്ഷ നടത്തി, എയിലും നടത്തി, ബിയിലും നടത്തി, സിയിലും നടത്തി. എയിൽ ആവറേജ് മാർക്ക് 20-ൽ 15, ബിയിലും ഒരു 16, അതേസമയം സിയിലൊരു 18 കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ പരീക്ഷ ഫെയർ അല്ല എന്ന്. കാരണം എന്താണ്, ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രം എന്തോ ഹൈ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ദ ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ നീറ്റ് എക്സാമിന് മാർക്ക് കൂടുതൽ വന്നു. കാരണം എന്താ, അത് ചിലയിടത്ത് ആവറേജിനേക്കാൾ കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്കൊക്കെ അത്രയും പേർക്ക് കിട്ടിയ അത് തന്നെ ഒരു അൺഫെയർ ആണ്. കാരണം ആ ക്വസ്റ്റ്യൻസ് അവിടെ എന്തോ മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെന്ന് അപ്പം തന്നെ പറഞ്ഞു. നമുക്കതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ന്യൂസ് വരുന്നുണ്ട് അതിൽ ക്വസ്റ്റ്യൻസ് ലീക്കായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള ചെയ്യുന്നതും പാടില്ല. കാരണം ഇക്വാളിറ്റി ഓഫ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവറേജ് മാർക്കാണ് കിട്ടാൻ പാടുള്ളൂ. പിന്നെ പറഞ്ഞാൽ ഹൈ മാർക്ക് എല്ലാവർക്കും കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാലോ, നമ്മൾ ടോപ്പേഴ്സിനെയും കൂടെ കണ്ടുപിടിക്കുന്നതാണ്, അല്ലെങ്കിൽ മാർക്ക് കുറവുള്ളവരെയും നമുക്ക് കണ്ടുപിടിക്കുന്നപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് മാർക്ക് ഒത്തിരി കുറഞ്ഞു പോകും. പക്ഷേ എന്നാലും വലിയൊരു എൻഡിലേക്ക് കാര്യങ്ങൾ തിരിയാൻ പാടില്ല. എല്ലാവർക്കും ഏകദേശം ഒരു ആവറേജ് റിസൾട്ട് വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെയുള്ളൊരു ഫെയർനെസ്സിനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിക്ക് സ്റ്റുഡൻറ്റ് ഷുഡ് ബി ഏബിൾ ടു ഡെമോൺസ്ട്രേറ്റ് ദെയർ ലേണിംഗ് റിഗാർഡ്ലെസ് ഓഫ് കൾച്ചർ, ജെൻഡർ, റേസ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓർ ഡിസബിലിറ്റി. അതാണ് കുട്ടിയുടെ ജെൻഡറോ അല്ലെങ്കിൽ കൾച്ചറോ അല്ലെങ്കിൽ റേസ് ഒക്കെ, അതിനെയൊക്കെ മാറ്റി വെച്ചിട്ടും കുട്ടിയുടെ ലേണിംഗ് നമ്മൾ നടത്തണം. അപ്പോഴാണ് നമുക്ക് ഫെയർ ആയിട്ടുള്ളൊരിതാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ ഹിസ്റ്ററിയിൽ നമ്മൾ ഫെസ്റ്റിവൽസ് പഠിപ്പിക്കാമെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ ഒത്തിരി, ഇപ്പോൾ നമ്മുടെ കൾച്ചർ അനുസരിച്ച്, ഇപ്പോൾ കേരളത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് നമ്മളിപ്പോൾ തിരുവനന്തപുരത്തുള്ള, ഇപ്പോൾ കേരളത്തിൽ പുറത്തായിട്ട് ഒരു പൊതുപരീക്ഷ നടത്തുമ്പോൾ നമ്മൾ തിരുവനന്തപുരം റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ തമിഴ്നാട് അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ ചിലപ്പോൾ തമിഴ്നാട്ടിൽ വളരെ ലോക്കലായിട്ട് നടക്കുന്ന ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് അവർക്ക് അറിയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കർണാടകയിൽ പോകുമ്പോൾ അവിടെയുള്ളവരുടെ അറിയായിരിക്കും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അങ്ങനൊരു ചോദ്യം വിത്തൗട്ട് ബീങ് ടോട്ട് ഇൻ ക്ലാസ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരിക്കലും ഫെയർ അല്ല. കാരണം ചിലപ്പോൾ അവർക്ക് പറ്റുമായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്താണ് ആ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ടീച്ചർക്ക് തോന്നും അത് ഇവർക്ക് അറിയാലോ, പഠിച്ചില്ലെങ്കിൽ അവർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവർ വീട്ടിൽ ആഘോഷിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും.
അപ്പോൾ അവർക്കറിയാം. പക്ഷെ അത് അവരുടെ കൾച്ചറും കൊണ്ട് അറിയുന്ന നോളജാണ്. അപ്പോൾ ഒരിക്കലും അത് എല്ലാവരും അറിഞ്ഞോളണം എന്നുള്ള രീതിയിൽ അങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫെയർ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പല നാട്ടിലും പല വാക്കുകളാണ്. ഇപ്പോൾ നമ്മൾ കപ്പാക്കി കൊള്ളി എന്ന് പറയും, കിഴങ്ങെന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ ഒരു വാക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചില നാട്ടിൽ കിഴങ്ങെന്ന് പറഞ്ഞാൽ കപ്പയാണ്, ചില നാട്ടിൽ കിഴങ്ങെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ്, അല്ലെങ്കിൽ ചില നാട്ടിൽ കിഴങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരക്കിഴങ്ങാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കൾച്ചറൽ പ്രശ്നങ്ങൾ വരുന്ന വാക്കുകളോ ക്വസ്റ്റ്യൻസോ പോർഷൻസോ ഉൾപ്പെടുത്തുന്നതും ഫെയർനെസ്സിന് എതിരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേർഡുകളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സ്പഷ്ടമായിട്ട് കണ്ടൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവണം. അതിൻ്റെ ടേംസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ടേംസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് കൾച്ചറലി മാറി ഉള്ള കുട്ടികൾക്ക് അത് ഫെയർ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കില്ല. ഈ ഫെയർനെസ് തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ തമിഴ്നാട്ടിലൊക്കെ നീറ്റ് എക്സാം തമിഴിൽ നടത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവർ കൂടുതലും യൂസ്ഡ് വിത്ത് തമിഴാണ്. അവർക്ക് തമിഴ് മീഡിയത്തിൽ പരീക്ഷകളൊക്കെ നടത്താം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പരീക്ഷയൊക്കെ എഴുതാവുന്നൊരു ലെവലിലാണ് അവർ തമിഴ്നാട്ടിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് അവരുടെ ഒരു മെയിൻ എക്സാം നീറ്റൊക്കെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അവർക്കതൊരു കൾച്ചറലി അൺഫെയർ ലെവലുണ്ട്. കാരണം അവർ ഇത്രയും നാളും അങ്ങനെയാണല്ലോ പഠിച്ചു വന്നത്. അപ്പോൾ അതൊക്കെ ഫെയർനെസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫെയർനെസ് നമ്മൾ അസസ്മെൻറ്റിൽ കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ്. ഇനി എവിടെയൊക്കെയാണ് അൺഫെയർ ആകുന്നത് എന്നുള്ളതാണ്. ഇഗ്നോറിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കും പറ്റുന്നത്, ചിലർക്ക് എക്സ്പ്ലനേഷൻസ് ആയിരിക്കും പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഏരിയനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു പ്രശ്നമായിരിക്കും. പിന്നെ ചിലർക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ ഈസി ക്വസ്റ്റ്യൻസിനെ മൊത്തമായിട്ട് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ഇഗ്നോറിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. ഈ പറഞ്ഞ പോലെ ഗ്രാഫ് നമ്മുടെ അടുത്ത് പൊതുപരീക്ഷകളൊക്കെ നടത്തുമ്പോൾ ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനായിട്ട് വരുമ്പോൾ നമ്മുടെ അടുത്ത് ഗ്രാഫുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ അടുത്ത് വിഷ്വലി ചാലഞ്ചഡ് ആയിട്ട് കുട്ടികൾ വരുന്നുണ്ടാകാം, സെർബ്രൽ പാൾസിയുള്ള കുട്ടികൾ വരുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഗ്രാഫ് വരയ്ക്കണം, അല്ലെങ്കിൽ ഗ്രാഫ് കമ്പൽസറി ആണ്, പടം കമ്പൽസറി ആണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോഴാണ് നമ്മളവിടെ ഒന്നുകിൽ സ്ക്രൈബിനെ വയ്ക്കുക, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ക്വസ്റ്റ്യൻസ് കൊടുക്കുക. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇട്ടിട്ട് ഈ അൺഫെയറിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹാലോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ ഇംഗ്ലീഷിന് മാർക്കുള്ള കുട്ടിയാണ്, അപ്പോൾ അവരുടെ മുകളിലൊരു ഹാലോ പോലെ ഉണ്ടാവണം, ആ കുട്ടി നല്ലതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മാത്സിനെ നോക്കുന്നു. അല്ലെങ്കിൽ നേരെ തിരിച്ച് നോക്കുന്നു, മാത്സിന് കുട്ടിക്ക് മോശം മാർക്കാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കുട്ടിക്കൊരു മോശം ഹാലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തലയിൽ ഈ വിശുദ്ധന്മാരുടെയൊക്കെ തലയിൽ കാണുന്ന ആ ഒരു മുകളിൽ കാണുന്ന വട്ടത്തിനാണ് ഹാലോ എന്ന് പറഞ്ഞത്. അതായത് ഓരോ കുട്ടീനെ കുറിച്ചുള്ള ഒരു ഇമ്പ്രഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ പരീക്ഷയ്ക്ക് മാർക്ക് നല്ല കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടി എന്നാൽ ഈ കുട്ടി കഴിഞ്ഞ പ്രാവശ്യം നല്ല മാർക്ക് മേടിച്ചാളെന്നുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് ആ കുട്ടിയുടെ മാർക്ക് അങ്ങനെ നമ്മൾ ഇടാൻ നോക്കരുത്. കാരണം അതും ഒരു ഹാലോ എഫക്റ്റാണ്. ചിലപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ചിലപ്പോൾ നേരത്തെ കുട്ടി പഠിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സിമ്പിളായിരിക്കാം, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പഠിച്ചത് എന്നും പറഞ്ഞിട്ട് അതേ സബ്ജക്റ്റിന് തന്നെ അടുത്ത ചാപ്റ്റർ അങ്ങനെ കൊള്ളുന്നില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ മാത്സിലൊക്കെ പഠിക്കുമ്പോൾ പടമുള്ള ജിയോമെട്രി ഉണ്ടാകും, അല്ലെങ്കിൽ ഓൾജിബ്ര ഉണ്ടാകും, അല്ലെങ്കിൽ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ടാകും. അപ്പോൾ ചിലർക്ക് പടം ഇഷ്ടമായതുകൊണ്ട് ചിലപ്പോൾ അവരുടെ ജിയോമെട്രിക്ക് മാർക്ക് ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് കിട്ടും. അതായത് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ ചിലപ്പോൾ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ നമുക്കൊരിക്കലും ഒരു ഹാലോ എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഒരു അസസ്മെൻറ്റ് ഒരു കുട്ടീനെ വേറൊരു അസസ്മെൻറ്റിൽ എങ്ങനെ കണ്ടു എന്ന് വെച്ചിട്ട് ഈ അസസ്മെൻറ്റിനെ കാണാൻ പാടില്ല. ആ കുട്ടി മറ്റേ അസസ്മെൻറ്റിൽ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഓരോന്നിനെയും ഒരു പുതിയ അസസ്മെൻറ്റ് രീതി എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓൺലി ദ തിങ് ഈസ് ദാറ്റ് അവരുടെ ഇൻഡിവിജ്വൽ നീഡ്സ് നമ്മൾ അറിയണം. അതായത് തിയറി മാർക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ കുട്ടിക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് എന്നുള്ളൊരു ചെറിയ ഒരു കൺസിഡറേഷൻ, അതൊരു ഇൻഡിവിജ്വൽ നീഡ് ആയതുകൊണ്ടുള്ള കൺസിഡറേഷൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു തരത്തിലുള്ള ഹാലോ എഫക്റ്റും അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഓഫ് പ്രീവിയസ് എക്സാമിനേഷൻ നമ്മുടെ അസസ്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി സബ്ജക്റ്റീവ് നേച്ചർ ഓഫ് ടീച്ചർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, കൺസ്ട്രക്റ്റീവ് വാലിഡിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ടീച്ചർ വിചാരിച്ച രീതിയിലായിരിക്കില്ല കുട്ടി അതിനെ ആൻസർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ടീച്ചർക്ക് ഒരു പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാം, ചിലപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും കുട്ടി എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷേ അത് ജസ്റ്റിഫയബിൾ ആണെങ്കിൽ നമുക്കതിന് മാർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ടീച്ചറിൻ്റെ ഒരു സബ്ജക്റ്റീവ് നേച്ചർ
ടീച്ചർക്ക് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ടീച്ചർ ക്വസ്റ്റിന് ആൻസർ ചെയ്യുമ്പോൾ ഞാനാണെങ്കിൽ ഇത് ഇങ്ങനെ ആൻസർ ചെയ്യുമായിരുന്നുള്ളൂ, ഈ കുട്ടി എന്താ ഇങ്ങനെ ആൻസർ ചെയ്തേക്കണേന്ന് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. ആ കുട്ടി ചെയ്ത ലെവലിൽ ആ കുട്ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയുടെ മാർക്ക് നമ്മൾ ഇടണം. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, നമ്മളൊരു പടം വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും വർഷം പരിചയമുള്ളതുകൊണ്ട് നമ്മളൊരു പടം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ വളരെ നല്ല രീതിയിൽ പടം വരയ്ക്കും. പക്ഷേ ചിലപ്പോൾ അതേസമയം ആദ്യമായിട്ട് വരയ്ക്കുന്ന ഒരു കുട്ടിക്ക് അത്രയും ഒരു എന്താ പറയുക, ഒരു ഫിനിഷിങ് കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ലേബിൾ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. 2 സൈഡിലും ലേബിൾ ചെയ്യാൻ പാടില്ല, ഒരു സൈഡിലേക്കൊക്കെ ലേബിൾ ചെയ്യാവുള്ളൂ എന്നൊക്കെ ഉണ്ട്. അതൊന്നും ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കുട്ടി ചെയ്തോളണം എന്നില്ല. അപ്പം തന്നെ മാർക്ക് കട്ട് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺഫെയർ ആണ്. അല്ലെങ്കിൽ പിന്നെ ക്ലാസ്സിൽ നമ്മൾ അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സബ്ജക്റ്റീവ് നേച്ചർ ടീച്ചറുടെ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അൺഫെയർ ആണ്. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് പ്രീവിയസ് വർക്ക്, അതും ഇതുപോലെ തന്നെയാണ്. കുട്ടിയുടെ കഴിഞ്ഞ വർക്കിൻ്റെ ഇത് ചെയ്യാൻ പാടില്ല. അൺഡ്യൂ ഇൻഫ്ലേറ്റിംഗ് ദ മാർക്സ്, അതായത് അയ്യോ കുട്ടിക്ക് വിഷമം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ മാർക്ക് വെറുതെ കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. അതും ഒരു ഫെയർനെസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ ടേക്ക് കെയർ ചെയ്യണം. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നമ്മൾ വെറുതെ മാർക്ക് കൂട്ടിയിട്ട് കൊടുക്കരുത്. കാരണം അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും, ആ കുട്ടിയായിരിക്കും എനിക്ക് എപ്പോഴും ഇത്രയും മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഇത്ര കഴിഞ്ഞാൽ ഇത്രയും മാർക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഫൈനൽ എക്സാമിനേഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുട്ടിയുടെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, നമ്മളിപ്പോൾ പാസ് ഫെയിൽ സിസ്റ്റം ഇല്ലാത്തപ്പോൾ സ്കൂളുകളിലൊക്കെ നടക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കും. ഒന്നും അറിയില്ലാത്ത കുട്ടിക്ക് നമ്മൾ ജയിച്ച് മാർക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ പാസ്സായിട്ടുള്ളൊരു കുട്ടിയുടെ ശരിക്കും കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പൂറായിരിക്കും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അതൊരു അൺഫെയർ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. കുട്ടിയുടെ കുഴപ്പമല്ല, കുട്ടിക്ക് നല്ല മാർക്ക് ഇട്ട് കൊടുത്തത് ടീച്ചറുടെ കുഴപ്പമാണ്. പക്ഷേ ഇപ്പോഴത്തെ ടീച്ചറുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പാസ്സാക്കണം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്കില്ലെങ്കിലും ടീച്ചർ മാർക്ക് ഇട്ട് കൊടുക്കും. പക്ഷേ അത് ഒരു അൺഫെയർ അസസ്മെൻറ്റ് സിസ്റ്റമാണ്. പിന്നുള്ളതാണ് അസസ്സിങ് ഇൻ ഫേവർ ഓഫ് എ മൈനോറിറ്റി സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, സ്പോർട്സിന് പോകുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ക്ലാസ് മിസ് ആക്കിയിട്ടുണ്ടാവും, ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് മാർക്ക് കൂടുതലിട്ട് കൊടുക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ കുട്ടികളെ അത് അതായത് ബാക്കിയുള്ള കുട്ടികൾക്ക് അത് അൺഫെയർ ആയിട്ട് തോന്നും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, ആ കുട്ടീനെ ജസ്റ്റ് ജയിപ്പിക്കാനുള്ള മാർക്ക്, ജയിക്കണം, എല്ലാവരും കുട്ടികൾ ജയിക്കണം, തോക്കണമെങ്കിൽ അത് തൊട്ട് തോൽപ്പിക്കുക. എന്നിട്ട് പറയാം നിങ്ങൾ ജയിച്ച് മാർക്ക് മേടിച്ചോളൂ, ചിലപ്പോൾ ഫസ്റ്റ് ക്ലാസ് കിട്ടിയാലും മതി, അവർക്ക് ഗ്രേസ് മാർക്കൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർ കുറച്ചും കൂടെ ഹയർ ലെവലിൽ പോകും എന്നും പറഞ്ഞുകൊണ്ട് നമ്മളവരെ മനഃപൂർവ്വം തോൽപ്പിക്കുകയോ മനഃപൂർവ്വം കൂടുതൽ മാർക്കിട്ട് കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. ആ കുട്ടി എങ്ങനെയാണോ ക്ലാസ്സിൽ പെർഫോം ചെയ്തേക്കണം അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു മൈനോറിറ്റി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ വേർതിരിച്ച് കാണാൻ പാടില്ല. അപ്പോൾ ആ കുട്ടിക്ക് എന്താണോ ഡിസേർവിങ് അത് കൊടുക്കുക. ഇനിയിപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും മൈനോറിറ്റിയുടെ ബേസിസിലായിരിക്കും, എന്തെങ്കിലും സ്പെഷ്യാലിറ്റിയുടെ ബേസിസിൽ മാർക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തിട്ട് ജയിക്കട്ടെ. ഇപ്പോൾ സ്പോർട്സിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പോഴേക്കും അവർക്ക് ഗ്രേസ് മാർക്ക് ഇടുന്നു, അവർ പോയി കളിക്കട്ടെ, മാർക്ക് മേടിക്കട്ടെ. പക്ഷേ നമ്മുടെ ലെവലിൽ കുട്ടി ജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ജയിപ്പിച്ചാൽ മതി, അല്ലാണ്ട് വെറുതെ ജയിപ്പിച്ചു വിട്ടിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഫോംസ് ഓഫ് അൺഫെയർനെസ്. അപ്പോൾ താങ്ക് യു.